കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായി ബംഗാൾ സ്വദേശികളായ 12ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികളെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ മുതൽ കാണാതായത്. കുട്ടികളുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വടകര പോലീസ് അന്വേഷണം ഡൽഹിയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. KT വിബീഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിബീഷ്, ഇവർ ട്രെയിൻ കയറി നാട് വിട്ട് കടന്നു അല്ലെങ്കിൽ നാട് കടന്നു എന്നുള്ള ആ ഒരു നിഗമനത്തിലാണോ പോലീസ് ഡൽഹിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്? അതെ, ഇരുവരും ട്രെയിൻ മാർഗം ഡൽഹിയിലേക്ക് പോയി എന്നതിൻ്റെ സൂചനകളാണ് കേസന്വേഷിക്കുന്ന വടകര പോലീസിന് ലഭ്യമായത്. ഈ കൂട്ടങ്ങാരത്ത് താമസിക്കുന്ന സാബിർ ഷെയ്ഖിൻ്റെ മകൾ നർഗീസ് ഗാത്ത്, അതുപോലെ തന്നെ ഇവരുടെ ഭാര്യയുടെ ബന്ധു രശ്മി മോനി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത്. ഈ കുടുംബം 20 വർഷമായി വടകര മേഖലയിൽ താമസിക്കുന്നവരാണ്. വിവിധ ജോലികൾ എടുത്ത് താമസിക്കുന്നവരാണ്. ശനിയാഴ്ച വീട്ടിൽ കിടന്നുറങ്ങിയതാണ്. പിന്നീട് ഞായറാഴ്ച രാവിലെയാകുമ്പോൾ ഇവരെ രണ്ടുപേരെയും കാണാതാവുകയായിരുന്നു. തുടർന്ന് പലയിടത്തും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീടാണ് പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ പോലീസ് ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിച്ചപ്പോഴാണ് ഡൽഹി ടവർ ലൊക്കേഷൻ കാണിച്ചത്. തുടർന്ന് ഇവർ ട്രെയിൻ മാർഗം ഡൽഹിയിലേക്ക് പോയി എന്നതിൻ്റെ സൂചനകൾ ലഭിച്ചു. തുടർന്ന് വടകര പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ശരി വിബീഷ്.